ബസൂക്ക എന്ന ടൈറ്റിലിലെ പഞ്ചും അതോടൊപ്പം തന്നെ വളരെ സ്റ്റൈലിഷ് ലുക്കിലായിരുന്നു ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ മമ്മൂക്ക പ്രത്യക്ഷപ്പെട്ടത്. അതൊക്കെ തന്നെയാണ് സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഹൈപ്പിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഇതാ സിനിമ ഏപ്രിൽ 10-ാം തീയതി തിയേറ്ററിൽ എത്തുമ്പോൾ ആരൊക്കെയോ ചിത്രത്തെ ഭയക്കുന്നു. ബസൂക്കയുടെ വരവ് ചിലർക്കൊന്നും അങ്ങ് ഇഷ്ടമാവാത്ത രീതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ബസൂക്ക എന്ന ചിത്രം തിയേറ്ററിൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു ചിത്രം തിയേറ്ററിൽ പൊട്ടിപ്പോവണമെന്ന് ആർക്കൊക്കെ വാശിയുള്ളതുപോലെ അതിനുള്ള പ്രധാന കാരണം ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും എല്ലാം പ്രതീക്ഷ ഉണർത്തുന്നതായിരുന്നു. അതൊക്കെ സിനിമയ്ക്കെതിരെ ഡീഗ്രേഡിംഗ് നടക്കാൻ കാരണമായത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്കയും ഗൗതം വാസുദേവ് മേനോനും പ്രധാന താരങ്ങളായിട്ട് തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്താലും മിനിമം ഒരു ബോക്സ് ഓഫീസ് വേട്ട നടത്തിയിട്ട് തന്നെ ഈ ഒരു സിനിമ കളം വിടൂ. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ തന്നെ മുന്നേ തിയേറ്ററിലെത്തിയ ടർബോ എന്ന ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ നല്ല കട്ട ഡീഗ്രേഡിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് സിനിമ ബോക്സ് ഓഫീസിൽ നേടിയ വിജയം എന്ന് പറയുന്നത് വലുതായിരുന്നു. 70 കോടിയോളം രൂപയാണ് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ഓർക്കുക, നെഗറ്റീവ് എന്നൊരു സിനിമയ്ക്കാണ് അത്തരത്തിലുള്ള വലിയൊരു ബോക്സ് ഓഫീസ് ഹണ്ട് നടത്താൻ സാധിച്ചത്. കേരളത്തിൽ ഒട്ടുമുക്ക പ്രമുഖ യൂട്യൂബേഴ്സും നെഗറ്റീവ് റിവ്യൂ രേഖപ്പെടുത്തിയിട്ടും ഈ ഒരു സിനിമ തിയേറ്ററിൽ വിജയിച്ചു. മമ്മൂക്ക സിനിമകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു അട്ടർ ഫ്ലോപ്പ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മമ്മൂക്ക സിനിമകൾ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ബസൂക്ക ചിത്രത്തിന് രണ്ടഭിപ്രായമാണെങ്കിൽ പോലും ബോക്സ് ഓഫീസിൽ ഒരു മിനിമം കളക്ഷൻ ചിത്രം സ്വന്തമാക്കും. പോസിറ്റീവ് ആണെങ്കിൽ പറയണ്ടല്ലോ, മമ്മൂക്കയുടെ ആദ്യ 100 കോടി സ്വന്തമാക്കുന്ന സിനിമയായി തീരും ബസൂക്ക. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്. ഓക്കേ, ബൈ.